ഹലോ ഫ്രണ്ട്സ്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്പെഷ്യലിസ്റ്റ് ഓഫീസറിലേക്ക് നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ വളരെ ലീഡിംഗ് ബാങ്കാണ്. 4500-ൽ പരം ബ്രാഞ്ചസും 34,000-ഓളം ജീവനക്കാരുമുള്ള ഒരു വലിയ ശൃംഖലയാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അവിടെ മാർക്കറ്റിംഗ് ഓഫീസർ തസ്തികയിലേക്കാണ് 300 വേക്കൻസി വന്നിരിക്കുന്നത്. മാർക്കറ്റിംഗ് ഓഫീസർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേഷന് ശേഷം MBA കഴിഞ്ഞവർക്കോ അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കഴിഞ്ഞവർക്കോ അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സ്പീരിയൻസൂടെ ആവശ്യമുള്ളതാണ് ഈ പോസ്റ്റ്. ഈ മാർക്കറ്റിംഗ് ഓഫീസർ പോസ്റ്റ് എന്ന് പറയുന്നത് ഓഫീസർ കേഡറിലെ എൻട്രി കേഡറാണ്. സ്കെയിൽ 1 എന്ന് പറയും. ഏതാണ്ട് സ്റ്റാർട്ടിംഗ് ശമ്പളം ഉദ്ദേശം ഒരു 85,000-ന് മുകളിൽ വരുന്ന ഒരു പോസ്റ്റ് ആയിരിക്കും ഇത് എന്നുള്ളത് ഓർക്കുക. ഇതിന്റെ പ്രായം എന്ന് പറയുന്നത് 22 വയസ്സിനും 30 വയസ്സിനും മധ്യയായിരിക്കണം. സാധാരണ ഗവൺമെന്റ് സെക്ടർ റിലാക്സേഷൻ ഉള്ളതുപോലെ തന്നെ ഇവിടെയും റിലാക്സേഷൻ ഉണ്ട്. SC/ST വിഭാഗങ്ങൾക്ക് 5 വർഷത്തെയും OBC വിഭാഗങ്ങൾക്ക് 3 വർഷത്തെയും റിലാക്സേഷൻ ഉണ്ടാവും. അപ്ലൈ ചെയ്യേണ്ട രീതി ഓൺലൈനാണ്. ഇപ്പൊ സാധാരണ എല്ലാ കോമ്പറ്റീഷൻ എക്സാമിനേഷനും അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനാണ്. ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ട അവസാന ദിവസം 3 ഫെബ്രുവരി ആണെന്ന് ഓർക്കുക. ആപ്ലിക്കേഷൻ ഫീസ് SC/ST വിഭാഗങ്ങൾക്ക് 175 രൂപയും 175 റുപ്പീസ്, മറ്റുള്ളവർക്ക് 850 രൂപയുമാണ്. അത് നിങ്ങൾ ഓൺലൈൻ മോഡിൽ കൂടെ തന്നെയാണ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ പേയ്മെന്റ് നടത്തേണ്ടതാണ്. ഓൺലൈൻ എക്സാമിനേഷനിൽ 70 ക്വസ്റ്റ്യൻസ് വരുന്നത് നിങ്ങളുടെ സ്ട്രീം ഓഫ് സ്റ്റഡീസിൽ നിന്നായിരിക്കും. അതായത് മാർക്കറ്റിംഗ് സെക്ടർ, അതായത് MBA ഒക്കെ പഠിച്ച ആ കാലഘട്ടത്തിലെ ചോദ്യങ്ങളായിരിക്കും 70 ക്വസ്റ്റ്യൻസും വരുന്നത്. ബാക്കി 30 ക്വസ്റ്റ്യൻ വരുന്നത് ബാങ്കിങ് സെക്ടറിനെ പറ്റിയുള്ളതും ജനറൽ അവയർനെസ്സും ഒക്കെ ചോദിക്കും. സാധാരണ ബാങ്കിങ്ങിലുള്ള ചോദ്യങ്ങൾ വരുന്നത്, പ്രൊഫഷണൽ ഓഫീസർ ടെസ്റ്റിലേക്കൊക്കെ വരുന്നത് ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷും മാത്തമാറ്റിക്സും ഒക്കെ ഉള്ളത് പലർക്കും പല ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട്. പക്ഷെ ഇത് സ്പെഷ്യലൈസ്ഡ് ഓഫീസർ ആയതുകൊണ്ട് നിങ്ങളുടെ സ്ട്രീമിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ MBA കാലഘട്ടത്തിൽ 2 വർഷം നിങ്ങൾ പഠിച്ചത് വളരെ ആഴത്തിൽ ഒന്ന് സീരിയസ് ആയിട്ട് പഠിച്ചു പോകാമെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. എക്സാമിനേഷൻ സെന്ററുകൾ ഓൾ ഓവർ ഇന്ത്യ ഉണ്ട്. കേരളത്തിലാണെങ്കിൽ തന്നെ 3 സെന്റർ അവർ പറയുന്നുണ്ട്. കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം മേഖലയിലാണ് എക്സാം നടക്കുന്നത്. എക്സാമിനേഷന്റെ എക്സ്പെക്ടഡ് ഡേറ്റ് എന്ന് പറയുന്നത് ഓൺലൈൻ എക്സാമിനേഷൻ ഏതാണ്ട് മാർച്ച് മാസത്തിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഫോളോഡ് ബൈ ദ ഇന്റർവ്യൂ എന്നുള്ളത് ഏപ്രിൽ മാസത്തിൽ നടക്കും. ചുരുക്കത്തിൽ ഒരു മെയ് ജൂൺ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു റിസൾട്ട് അറിയാൻ പറ്റുന്ന ഭാഗത്തിലായിരിക്കും. അധികം സമയമില്ല എന്നുള്ളത് ഓർത്തിരിക്കുക. അപേക്ഷിക്കേണ്ട അവസാന തീയതി 3 ഫെബ്രുവരിയാണ്. അതുകൊണ്ട് എത്രയും വേഗം അപ്ലൈ ചെയ്തോളുക. പ്രിപ്പറേഷനും ഇപ്പോൾ തുടങ്ങുക. ഇതിനോടൊപ്പം തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് ഓഫീസേഴ്സിന്റെ 50 വേക്കൻസി ഉണ്ട്. അത് സ്കെയിൽ 3 ആണ്. അതായത് സീനിയർ മാനേജർ പോസ്റ്റിലേക്കാണ്. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് 5 വർഷത്തെ വേണം. നിങ്ങളുടെ ഫോറിൻ പോളിസികളിലൊക്കെയുള്ള അതിന്റെ റിലേറ്റഡ് എക്സാമിന് സിലബസ് ആണ് ഇതിന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഫോറിൻ എക്സ്ചേഞ്ചിലും ഒക്കെ ചെയ്തിട്ടുള്ളവർക്കൊക്കെയാണ് അതിന് സാധ്യത. അപ്പോൾ അത് സീനിയർ ഓഫീസേഴ്സൊക്കെ ആയതുകൊണ്ട് തന്നെ അതിന് റിട്ടേൺ എക്സാമിനേഷൻ ഒന്നും തന്നെ ഇല്ല. അത് പേഴ്സണൽ ഇന്റർവ്യൂ മാത്രം നടത്തി എടുക്കുന്ന പോസ്റ്റാണ്. അതിന്റെ കൂടുതൽ സിലബസും കൂടുതൽ ടേംസ് ആൻഡ് കണ്ടീഷൻസിനും ഒക്കെ അവരുടെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ തയ്യാറാകുക. 300 പോസ്റ്റ് എൻട്രി കേഡറിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ with the last date as 3rd February of this year. Thank you.